നമസ്കാരം, അനിൽകുമാർ ഇക്കോൺ ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് +2 തുല്യത എക്കണോമിക്സ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന പഠിതാക്കൾക്ക് വേണ്ടി ഇക്കണോമിക്സിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുമെന്ന് ഉറപ്പുള്ള മൈക്രോ എക്കണോമിക്സിൽ നിന്നും മാക്രോ എക്കണോമിക്സിൽ നിന്നും, അതായത് 2 പുസ്തകങ്ങളിൽ നിന്നും ചോദിക്കുമെന്നുറപ്പുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നമ്മുടെ എക്സാം എഴുതാൻ പോകുന്ന +2 തോറ്റിട്ടുള്ള നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ വീഡിയോ 100% ഉപയോഗിക്കാൻ സാധിക്കും. നിങ്ങളും ഇത് പഠിക്കണം. ഈ ഒരു വീഡിയോ കണ്ട് ഇതിൽ പറയുന്ന ചോദ്യങ്ങൾ നിങ്ങളുടെ പുസ്തകങ്ങളിൽ അടയാളപ്പെടുത്തി ഇന്ന് തന്നെ നിങ്ങൾ പഠിക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ 80 ഞാൻ വാങ്ങിത്തരും. അത് ഗ്യാരണ്ടീഡ് ആണ്, വെറുതെ പറയുന്നതല്ല. നിങ്ങളുടെ പരീക്ഷ കഴിഞ്ഞ് നിങ്ങൾക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു എക്സാം എന്ന് പറയുന്നത് ഇക്കണോമിക്സ് ആയിരിക്കും. അത് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ വലിച്ചു നീട്ടി പറയുന്നില്ല, നമ്മൾ നേരെ ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം, മൈക്രോ എക്കണോമിക്സിൽ നമുക്ക് 6 ചാപ്റ്ററും മാക്രോ എക്കണോമിക്സിൽ 6 ചാപ്റ്റേഴ്സുമാണ് പഠിക്കാനുള്ളത് ആണല്ലോ. മൈക്രോ എക്കണോമിക്സിൽ 6 എണ്ണത്തിൽ 5 എണ്ണം മാത്രം പഠിച്ചാൽ മതി. അതായത് ആദ്യത്തെ 5 ചാപ്റ്റേഴ്സ് മാത്രമാണ് പഠിക്കേണ്ടത്. 6ാമത്തെ ചാപ്റ്റർ നോൺ കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് എന്ന് പറയുന്ന മത്സരരഹിത കമ്പോളം, അത് നമുക്ക് പഠിക്കാനില്ല, അത് ഡിലീറ്റഡ് ആണ്. ഏതെങ്കിലും സ്ഥാപനത്തിൽ, സ്കൂളിൽ ആ ഒരു ചാപ്റ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് അങ്ങോട്ട് മറന്നേക്കുക. അത് നിങ്ങൾ പഠിക്കേണ്ട, ഒരു കാരണവശാലും നിങ്ങൾ പഠിക്കേണ്ട. അതിൽ നിന്ന് ഒരു ചോദ്യം പോലും നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതുപോലെ മാക്രോ എക്കണോമിക്സിൻ്റെ 6 ചാപ്റ്ററും പഠിക്കാനുള്ളതാണ്. പക്ഷേ 6ാമത്തെ ചാപ്റ്റർ ഓപ്പൺ ഇക്കോണമി ആൻഡ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന സ്ഥൂല സമ്പദ് വ്യവസ്ഥയും മാക്രോ എക്കോണമി ആൻഡ് ഓപ്പൺ ഇക്കോണമി എന്ന് പറയുന്ന, അതായത് തുറന്ന സമ്പദ് വ്യവസ്ഥയും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും ലാസ്റ്റ് ചാപ്റ്ററാണ്. അതിൻ്റെ ഏകദേശം പകുതി ഭാഗങ്ങൾ അങ്ങോട്ട്, അതായത് നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിനേഷൻ കഴിഞ്ഞിട്ടുള്ള ഭാഗം, വിനിമയ നിരക്ക് നിർണ്ണയിക്കുന്ന രീതികൾ എന്ന് പറഞ്ഞൊരു ഭാഗം വരെ പഠിക്കാനുള്ളൂ. അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് പഠിക്കാനില്ല. അപ്പോൾ ഓരോ ചാപ്റ്ററിനും ഏറ്റവും പ്രധാനപ്പെട്ട പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, അതും ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തുന്നുള്ളൂ. ഇത് തന്നെ നിങ്ങൾക്ക് വരുന്നുള്ളൂ, ഇത് തന്നെ നിങ്ങൾ പഠിച്ചോളുക. ഇന്ന് തന്നെ ഇത് കണ്ട ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അടയാളപ്പെടുത്തി ആ ചോദ്യങ്ങൾ മാത്രം പഠിക്കുക. വേറെ എല്ലാം കാണും, നിങ്ങൾക്ക് അത് പഠിക്കേണ്ടേ ഇത് പഠിക്കേണ്ടേ എന്നൊക്കെ നിങ്ങൾക്ക് സംശയം വരും. നിങ്ങൾ നമ്മളെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ചാനൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് മാത്രം പഠിക്കുക. 80 ഗ്യാരണ്ടീഡ് ആണ്. 1ാമത്തെ ചാപ്റ്റർ മൈക്രോ എക്കണോമിക്സിൽ നിന്ന് ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ ഇക്കണോമിക്സ് ആണ്, അതായത് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന് ഒരു ആമുഖം. ഇതിൽ നമുക്കൊരു 4 മാർക്ക് വരെ ചോദിക്കാവുന്നൊരു ചോദ്യമാണ് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി. ഒരു സമ്പദ് വ്യവസ്ഥയുടെ കേന്ദ്രീയ പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളത്, അല്ലെങ്കിൽ കേന്ദ്രീയ പ്രശ്നങ്ങൾക്ക് എങ്ങനെയാണ് സമ്പദ് വ്യവസ്ഥയിൽ പരിഹാരം കാണുന്നത് എന്നാണ് ആ ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം അവിടെ വാട്ട് ടു പ്രൊഡ്യൂസ്, ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്നുള്ള ഭാഗങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. ഓക്കെ, അതൊക്കെയാണ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ടത് ആ ഒരു ചോദ്യത്തിൽ. 2ാമത്തെ ഒരു ചോദ്യമാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്ന ഉൽപാദന സാധ്യതാ വക്രം, അല്ലെങ്കിൽ PPC, അല്ലെങ്കിൽ PTC, അല്ലെങ്കിൽ PPF, ഇങ്ങനെയൊക്കെ പല പേരുകളിൽ അതറിയപ്പെടുന്നുണ്ട്. 2 മാർക്ക് 3 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് PPC എന്ന് പറയുന്നത്. അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്, അതിൻ്റെ ചിത്രം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. PPCയുടെ കർവിൻ്റെ ഷേപ്പ് പഠിക്കണം. അതുപോലെ തന്നെ PPC ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ആരാണ്, സാമുവൽസൺ എന്ന് പറയുന്ന എക്കണോമിസ്റ്റാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത്. അതൊക്കെ ഒന്ന് പഠിക്കുക. അതുപോലെ PPCക്ക് ആ ഒരു ഷേപ്പ് എന്താണ്, അത് കോൺകേവ് ആണ്. ഓക്കെ, കോൺകേവ് ഷേപ്പാണ് PPCക്ക്. അത് വരാനുള്ള കാരണം എന്താണ്, MOC കൂടുന്നു, MOC കുറയുന്നു, MOC സമമാകുന്നു, അങ്ങനെ 3 അവസ്ഥകളുണ്ട്. അതുപോലെ തന്നെ PPC ഒരു കർവ് തന്നിട്ട് അവിടെ എന്താ പറയുക, മോർ
നമ്മുടെ റിസോഴ്സ് യൂസ് ചെയ്യുന്നതും, അതുപോലെ തന്നെ പാർഷ്യൽ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, അതുപോലെ തന്നെ മോർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, അതുപോലെ തന്നെ പിന്നെ നമ്മളുടെ ഒരു ലിമിറ്റർ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ആ ഒരു ലഭ്യമായിട്ടുള്ള വിഭവങ്ങൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് 3 പോയിന്റ് തന്നിട്ട് ആ ചിത്രത്തിൽ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ പറയുമോ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ മെറ്റീരിയൽ എന്താണോ അത് വെച്ച് നോക്കുക. നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പുസ്തകമാണെങ്കിൽ അത് നോക്കിയാൽ വളരെ എളുപ്പത്തിൽ പഠിക്കാം. നിങ്ങളുടെ അതൊന്ന് വാങ്ങാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്താണ് പുസ്തകം വെച്ചാൽ അത് വെച്ച് പഠിക്കാം കേട്ടോ. അപ്പോൾ ആ 2 ചോദ്യങ്ങളാണ് അവിടെ ക്ലിയർ ആയിട്ട് പഠിക്കേണ്ടത്. മൂന്നാമത്തെ ഒരു ചോദ്യം മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അത് എന്താണ് മൈക്രോ എന്താണ് മാക്രോ ഉദാഹരണ സഹിതം എഴുതാൻ വേണ്ടി പറയും. ഓക്കെ, അതല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ എക്സാമ്പിൾസ് തന്നിട്ട് മൈക്രോയുടെയും മാക്രോയുടെയും എക്സാമ്പിൾസ് തന്നിട്ട് അതിനെ വിവരിക്കാൻ വേണ്ടിയിട്ടാണ് പട്ടികപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പറയുക. ഒന്നുകൂടെ പറയാം, മൈക്രോ എക്കണോമിക്സിൻ്റെയും മാക്രോ എക്കണോമിക്സിൻ്റെയും മാറി പറയുകയാണ് എപ്പോഴും, ഇക്വേഷൻ മാത്രമേ വരുന്നുള്ളൂ, എക്സാമ്പിളാണ് കേട്ടോ, സോറി. അപ്പോൾ മൈക്രോ എക്കണോമിക്സിൻ്റെയും അതുപോലെ തന്നെ അതായത് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെയും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ടതിൻ്റെ എന്താണ് അതിൻ്റെ എക്സാമ്പിൾസ്. ആ എക്സാമ്പിൾസ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. എന്നിട്ട് അതിനെ മൈക്രോ എക്കണോമിക്സ് എന്നും മാക്രോ എക്കണോമിക്സ് എന്നും പട്ടികപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പറയുക. അതൊരു 3 മാർക്കിൻ്റെ ഒരു ചോദ്യമായിട്ട് അങ്ങനെ ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളൊന്ന് ആ ചാപ്റ്ററിൽ നോക്കി വെക്കുക. രണ്ടാമത്തെ ചാപ്റ്റർ മൈക്രോ എക്കണോമിക്സിൻ്റെ തിയറി ഓഫ് ദ കൺസ്യൂമർ ബിഹേവിയർ ആണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ഏറ്റവും കൂടുതൽ മാർക്ക് വെയിറ്റേജ് തന്നിട്ടുള്ള എക്കണോമിക്സിൻ്റെ ഒരു ചാപ്റ്ററാണ് തിയറി ഓഫ് ദ കൺസ്യൂമർ ബിഹേവിയർ. അതിൽ നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ബജറ്റ് ലൈൻ. ബജറ്റ് ലൈൻ ഒരു എസ്സേ ചോദ്യമാണ്. അതല്ലെങ്കിൽ ഒരു 5 മാർക്കിനോ 4 മാർക്കിനോ ഒക്കെ ഇങ്ങനെ താഴേക്ക് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ്. ബജറ്റ് ലൈൻ എന്താണെന്ന് ചോദിക്കും. ബജറ്റ് ലൈൻ കർവ് വരയ്ക്കാൻ പറയും. ബജറ്റ് ലൈൻ്റെ സമവാക്യം കൊടുക്കാൻ പറയും. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എന്താണ്, വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എന്താണ്, അതുപോലെ ബജറ്റ് ലൈൻ്റെ സ്ലോപ്പ് എന്താണ്, ഇതൊക്കെ വരയ്ക്കാനും കാണാനുമാണ് പറയുന്നത്. ഓക്കെ, അതെല്ലാം കൂടെ ഒരുമിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 8 മാർക്കിൻ്റെ ചോദ്യമാണ്. ഈ അടുത്ത കാലത്തായിട്ടൊന്നും ബജറ്റ് ലൈൻ എസ്സേ ചോദിച്ചിട്ടില്ല. ഒരു 5 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ തുല്യതക്കാർക്ക് അത് എസ്സേ ചോദിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണം. ബജറ്റ് ലൈൻ എന്താണെന്ന് ചോദിക്കുന്നു. ബജറ്റ് ലൈൻ്റെ ചിത്രം വരയ്ക്കാൻ വേണ്ടി പറയും. ബജറ്റ് ലൈൻ്റെ സമവാക്യം എഴുതാൻ വേണ്ടി പറയും. ബജറ്റ് ലൈൻ്റെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്, ബജറ്റ് ലൈൻ്റെ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്, അതുപോലെ തന്നെ ബജറ്റ് ലൈൻ്റെ സ്ലോപ്പ് എന്താണെന്നൊക്കെ ചോദിക്കും. ഓക്കെ, അതുപോലെ മറ്റൊരു ചോദ്യം ആ ചാപ്റ്ററിൽ നിന്ന് വരുന്നതാണ് ഇൻഡിഫറൻസ് കർവ് എന്താണ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്, ഇൻഡിഫറൻസ് മാപ്പ് എന്താണ്. അത് 3 ഒരുമിച്ച് അങ്ങോട്ട് പഠിച്ചാൽ മതി. ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ നിസ്സംഗതാ വക്രം എന്നാണ് നമ്മൾ പറയുന്നത്. നിസ്സംഗതാ വക്രം അല്ലെങ്കിൽ ഉദാസീനതാ വക്രം അല്ലെങ്കിൽ ഐസി കർവ് എന്നാണ് നമ്മളതിന് പറയുക. അതെന്താണെന്ന് പഠിക്കുക. അതിൻ്റെ ചിത്രം വരയ്ക്കാൻ പഠിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അതിൻ്റെ സവിശേഷതകൾ, പ്രത്യേകതകൾ, ഐസി വക്രത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കും. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് 4 മാർക്കിന് ചോദിക്കുന്നതാണ്. അതുപോലെ ഐസി മാപ്പ് എന്താണ്, 2 മാർക്കിന് ചോദിക്കുന്നതാണ് ഐസി മാപ്പ്. ഓക്കെ, അതുപോലെ ആ ഒരു ചോദ്യവുമായി കണക്ട് ചെയ്ത് ചോദിക്കുന്ന ഒരു എസ്സേ ടൈപ്പ് ആക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഓപ്റ്റിമൽ ചോയ്സ് ഓഫ് എ കൺസ്യൂമർ. അതായത് കൺസ്യൂമറുടെ അല്ലെങ്കിൽ ഉപഭോക്താവിൻ്റെ അനുകൂലതമ സിദ്ധാന്തം വിവരിക്കാൻ വേണ്ടി പറയും. അതായത് ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ എന്നാണ് നമ്മൾ അതിനെ കോമൺ ആയിട്ട് പറയുന്നത്. പക്ഷേ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ മലയാളത്തിൽ വരുന്നത് ഉപഭോക്താവിൻ്റെ അനുകൂലതമ എന്താണെന്ന് വിവരിക്കാനാണ് പറയുക. ചിത്രസഹിതം വിവരിക്കാൻ വേണ്ടി പറയും. ഓക്കെ, അത് മാത്രമാണെങ്കിൽ ഒരു 4 മാർക്ക് വരെ ചോദിക്കാവുന്നതാണ്. നേരെ മറിച്ച് അതിനെ നേരത്തെ പറഞ്ഞ ഇൻഡിഫറൻസ് കർവ് അതിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ സവിശേഷതകളുമായിട്ട് കൂട്ടിയിണക്കി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി മറ്റൊരു ടോപ്പിക്കാണ് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്. ഡിമാൻഡിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്. ഡിമാൻഡിനെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ 4 പോയിൻ്റാണ്. ആ 4 പോയിന്റിൽ 4 മാർക്കിന് ചോദിക്കുന്നു. അതായത് പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി, ഉൽപ്പന്നത്തിൻ്റെ വില അല്ലെങ്കിൽ വസ്തുവിൻ്റെ വില, ബന്ധപ്പെട്ട വസ്തുവിൻ്റെ വില, ഉപഭോക്താവിൻ്റെ വരുമാനം, അഭിരുചിയും ശീലങ്ങളും, ഇങ്ങനെയാണ്. അപ്പോൾ ഈ പോയിന്റുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് വൺ വേർഡിലേക്കൊക്കെ വരാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. നന്നായിട്ട് പഠിക്കുക ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു ചോദ്യമാണ് ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ വില ഇലാസ്തിക ചോദനമാണ്, വില ഇലാസ്തിക ഡിമാൻഡാണ്. അതിൻ്റെ ഡിഗ്രികൾ 5 ഡിഗ്രികളുണ്ട്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, ഇലാസ്റ്റിക് ഡിമാൻഡ്,
ഡിമാൻഡ്, ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്, ഇങ്ങനെ 5 ഡിമാൻഡുകളുണ്ട്. അതിൻ്റെ ഡിഗ്രികളുണ്ട്, അതിൻ്റെ ചിത്രം, അതിൻ്റെ ഓരോ കർവിൻ്റെയും ചിത്രങ്ങൾ എങ്ങനെയാണ് വരയ്ക്കാമെന്ന് പഠിക്കുക, തിയറി പഠിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ഓരോന്നിൻ്റെയും ഡിഗ്രികൾ എന്താണെന്നുള്ളത് എഴുതി പഠിക്കുക, നോട്ട് ചെയ്ത് പഠിക്കുക. 5 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. ഓക്കെ, അതുപോലെ അതിൻ്റെ മെഷർമെൻറ്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഉണ്ട്. ആ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് മെഷർമെൻറ്റ് ആൻഡ് മെത്തേഡ്സ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അതായത് വില ഇലാസ്റ്റിക് ഡിമാൻഡിൻ്റെ അളവ് എങ്ങനെയാണ് അത് അളക്കുക എന്നുള്ളതാണ്. അവിടെ 3 മെത്തേഡുകളുണ്ട്. ശതമാന രീതി, ജോമെട്രിക് രീതി, അതുപോലെ തന്നെ ചെലവ് രീതി എന്ന് പറഞ്ഞിട്ട്. അവിടെ ശതമാന രീതിയുമായി ബന്ധപ്പെട്ട് നമുക്കൊരു പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുണ്ട്. അതായത് നമ്മുടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ എന്ന് പറയുന്ന സമവാക്യം ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ചോദ്യം വരാൻ സാധ്യത വളരെ കൂടുതലാണ്. പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളത് ചെയ്ത് പഠിച്ചിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ നിങ്ങളത് നോക്കി പഠിക്കണം, നിർബന്ധമാണ്. 3ാമത്തെ ചാപ്റ്റർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. ഓക്കെ, പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏറ്റവും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ പ്രൊഡക്ഷൻ എന്താണെന്നാണ്. ഹ്രസ്വകാല ഉൽപ്പാദനം, ദീർഘകാല ഉൽപ്പാദനം, 2 മാർക്കിൻ്റെ ചോദ്യം. രണ്ടും തമ്മിൽ താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുക. ഷോർട്ട് റണ്ണും ലോങ് റണ്ണും, ഹ്രസ്വകാല ഉൽപ്പാദനവും ദീർഘകാല ഉൽപ്പാദനം എന്താണെന്ന് വിവരിക്കാൻ വേണ്ടി പറയും. അതുപോലെ ഒരു 5 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്കിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു തിയറിയാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രൊഡക്റ്റ് തിയറി ഓർ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അതായത് വിഭേദക അനുപാത നിയമം വിവരിക്കുക എന്നാണ്. ഇവിടെ TP, AP, MP എന്നീ ഉൽപ്പന്നങ്ങൾ 3 സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ഒരു ചിത്രം നമ്മൾ വരച്ചുകൊണ്ടാണ് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കൃത്യമായിട്ട് പഠിക്കണം, 4 മാർക്ക് വെറുതെ കളയരുത്. ഓക്കെ, വിഭേദക അനുപാത നിയമം വിവരിക്കാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ചോദിക്കാം. അതുപോലെ റിട്ടേൺസ് ടു സ്കെയിൽ നോക്കി പോവേണ്ട ഒരു ചോദ്യമാണ്, തോതനുസരിച്ചുള്ള പ്രത്യായം. ഓക്കെ, റിട്ടേൺസ് ടു സ്കെയിൽ ലോങ് റൺ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടതാണ് റിട്ടേൺസ് ടു സ്കെയിൽ. അതുപോലെ മറ്റൊരു ചോദ്യമാണ് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. കോബും ഡഗ്ലസും അമേരിക്കൻ എക്കണോമിസ്റ്റുകളായിട്ടുള്ള കോബ്, ഡഗ്ലസ് എന്നിവർ കൂടി ചേർന്നുകൊണ്ട് നിർമ്മിച്ച ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രൊഡക്ഷൻ ഇക്വേഷനാണ്. അതിനെ പറ്റി പഠിക്കാനാണ് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. 3-4 മാർക്ക് വരെ മാത്രമേ ചോദ്യം വരുന്നുള്ളൂ. അതുപോലെ ഇതൊക്കെയാണ് പ്രൊഡക്ഷൻ്റെ ഭാഗത്തു നിന്നുള്ളത്. ആ ചാപ്റ്ററിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് പഠിക്കാൻ ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒന്നാണ് കോസ്റ്റ് കാൽക്കുലേഷൻ. നമുക്കറിയാം അവിടെ ക്യൂ അല്ലെങ്കിൽ ഇൻപുട്ട് തരും, അല്ലെങ്കിൽ ഔട്ട്പുട്ട് തരും. അതുപോലെ തന്നെ TFC, TVC, TC, AFC, AVC, SMC, SAC ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കോളം തന്നിട്ട് ഈ പറയുന്നതിൽ 3 കോളത്തിൽ നമുക്ക് സംഖ്യകൾ തരും. ബാക്കിയുള്ള 5 കോളങ്ങൾ, ടോട്ടൽ 8 ആണ്. ആ 5 കോളങ്ങൾ നമ്മൾ കാണാൻ വേണ്ടി പറയും. നമ്മുടെ ചാനലിൽ മുൻപത്തെ വീഡിയോകൾ എടുത്ത് പരിശോധിക്കുക. മുൻപ്, അതായത് വളരെ മുമ്പ്, 1 വർഷം 2 വർഷം മുമ്പൊക്കെ നമ്മൾ ചാനലിൽ ചെയ്തു വെച്ച വീഡിയോ ഉണ്ട്. അതെടുത്ത് കാണുക. പഴയതാണെന്ന് വിചാരിച്ച് ആരും തള്ളിക്കളയണ്ട. ഈ പഴയ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. പലരും നമ്മളോട് സംശയം ചോദിക്കുന്നുണ്ട്, പഴയത് കണ്ടാൽ വല്ല ഗുണമുണ്ടോ, കാര്യമുണ്ടോ, പഴയതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ സിലബസ് മാറ്റമില്ലാത്തതാണ്, പഴയത് തന്നെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, നന്നായിട്ട് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ എടുത്ത് കാണണം. ഓക്കെ, അപ്പോൾ അത് ഓർമ്മയിൽ വയ്ക്കാൻ പറയുക. അതുപോലെ തന്നെ നമ്മൾ ഈ കോസ്റ്റുമായി ബന്ധപ്പെട്ട കുറേ കർവുകളുണ്ട്. അതായത് അതിൻ്റെ ചിത്രങ്ങൾ, കോസ്റ്റ് കർവുകൾ. ഇപ്പോൾ AFC കർവിൻ്റെ ഷേപ്പ് എന്താണ്, TFC കർവിൻ്റെ ഷേപ്പ് എന്താണ്, അതുപോലെ AC, അതുപോലെ TC, അങ്ങനെയുള്ള MC, ഇങ്ങനെയുള്ള കർവുകളുടെയൊക്കെ ഷേപ്പ് ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, എല്ലാ കർവുകളുടെയും ഷേപ്പ് എന്താണെന്നുള്ളതൊന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ആ ചാപ്റ്ററിൽ ഒരു 4 മാർക്കിൻ്റെ ചോദ്യമാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ SAC ആൻഡ് SMC അല്ലെങ്കിൽ AC ആൻഡ് MC. അതായത് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റും ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റും തമ്മിലുള്ള, അതായത് ശരാശരി ചെലവും സീമാന്ത ചെലവും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പാണ്. അത് നമുക്കറിയാം, യു ഷേപ്പായിട്ട് നമ്മൾ മുകളിലേക്ക് വരച്ചിട്ട്, അതായത് ഇംഗ്ലീഷിലെ അക്ഷരത്തിലെ യുവിൻ്റെ ആകൃതിയിൽ നമ്മൾ വരയ്ക്കുന്ന ഒരു കർവാണ്. രണ്ടും കൂടെ ചേർത്ത് വരച്ചിട്ട് അത് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, ബന്ധം എഴുതാനാണ് അത് പറയുന്നത്. 4 മാർക്ക് വരെ ചോദ്യം വരുന്നതാണ്. ഇനി 4ാമത്തെ ചാപ്റ്ററിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിയറി ഓഫ് ദ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. തിയറി ഓഫ് ദ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, അതായത് പരിപൂർണ മത്സര കമ്പോളത്തിൻ്റെ സിദ്ധാന്തം എന്നാണ്, അല്ലെങ്കിൽ പൂർണ്ണ മത്സര കമ്പോളത്തിൻ്റെ സിദ്ധാന്തം. അവിടെ നമ്മൾ പഠിക്കേണ്ടത് ഈ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, അതിൻ്റെ പ്രത്യേകതകൾ, പരിപൂർണ മത്സര കമ്പോളം എന്താണ്, പരിപൂർണ മത്സര കമ്പോളത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകതകൾ. അത് 5 അല്ലെങ്കിൽ 4 മാർക്കിന് ഉറപ്പായിട്ടും ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കും. അതുപോലെ തന്നെ ഉറപ്പായിട്ടും പഠിച്ചു
പഠിച്ചു പോകേണ്ടതാണ്. ഒരു 3 കണ്ടീഷൻസ് ഉണ്ട്, 3 വ്യവസ്ഥകളുണ്ട്. അതായത് ഈ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിൽ ഒരു ഫേം എങ്ങനെയാണ് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിൽ അല്ലെങ്കിൽ പരിപൂർണ്ണ മത്സര കമ്പോളത്തിലുള്ള ഒരു സ്ഥാപനം എങ്ങനെയാണ് പരമാവധി ലാഭം ഉണ്ടാക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഒരു 3 കണ്ടീഷൻസ് ഉണ്ട്. ആ 3 കണ്ടീഷൻ മാത്രം എഴുതിയാൽ 3 മാർക്കാണ്. ആ 3 കണ്ടീഷൻസ് എഴുതിയിട്ട് അതിൻ്റെ ചിത്രം വരച്ച് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്കതൊരു 5 മാർക്കിൻ്റെ ചോദ്യമാണ്. ഓക്കെ, അത് നമ്മൾ നേരത്തെ പറഞ്ഞ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഫീച്ചേഴ്സുമായി കണക്ട് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ അത് എസ് എയുമാണ്. ഓക്കെ, ഈ അടുത്ത കാലത്തായിട്ട് എസ് എ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണ്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, അതുപോലെ എങ്ങനെയാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിൽ ഒരു സ്ഥാപനം പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നത്, ലാഭം പരമാവധി ആക്കുന്നത് എങ്ങനെയെന്നുള്ളത് 3 കൂടെ കണക്ട് ചെയ്ത് ചോദിച്ചാൽ എസ് എ ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അത് എസ് എക്ക് വേണ്ടി പഠിച്ചാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള മാർക്കും കൂടെ കിട്ടുമെന്ന് ഉറപ്പാണ്. പിന്നെ മറ്റൊന്നാണ് നമുക്ക് ഓരോ മാർക്കിന് ചോദിക്കാവുന്നതാണ് ഷട്ട് ഡൗൺ പോയിന്റ്, ബ്രേക്ക് ഈവൺ പോയിന്റ്. അതായത് അടച്ചുപൂട്ടൽ ബിന്ദുവും അതുപോലെ ലാഭനഷ്ടരഹിത ബിന്ദുവും ഏതാണെന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടി ചോദിക്കും. ഓക്കെ, അതൊക്കെ കൃത്യമായിട്ട് ആ തിയറി വായിച്ചാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ തന്നെ ബ്രേക്ക് ഈവൺ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. അതുപോലെ നമുക്ക് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ, അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, ഇനി നമ്മൾ 5ാമത്തെ ചാപ്റ്ററിലേക്ക് പോവുകയാണ്, മാർക്കറ്റ് ഇക്വിലിബ്രിയം. ഈ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന അല്ലെങ്കിൽ കമ്പോള സന്തുലിതാവസ്ഥ, ഈ കമ്പോള സന്തുലിതാവസ്ഥ എന്ന 5ാമത്തെ മൈക്രോ എക്കണോമിക്സിൻ്റെ ചാപ്റ്ററിൽ എക്സസ് ഡിമാൻഡ്, എക്സസ് സപ്ലൈ, ആ 2 പദങ്ങളൊന്ന് പഠിക്കുക. എക്സസ് ഡിമാൻഡ് അമിത ചോദനം അല്ലെങ്കിൽ അധിക ചോദനം, അതുപോലെ തന്നെ അധിക പ്രധാനം, അത് രണ്ടും പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് 3 മാർക്ക് വരെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് 4 മാർക്ക് വീതം ചോദിക്കാവുന്നത്, പ്രൈസ് സീലിംഗ് വിത്ത് ഇല്ലസ്ട്രേഷൻ അല്ലെങ്കിൽ ഫ്ലോർ പ്രൈസ് വിത്ത് ഇല്ലസ്ട്രേഷൻ. രണ്ടും രണ്ടാണ്, അല്ലെങ്കിൽ എന്ന് പറയാൻ കാരണം അത് അങ്ങനെ ചോദ്യം വരുന്നു എന്നുള്ളതുകൊണ്ടാണ്. പ്രൈസ് സീലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിലപരിധി എന്നാണ്. വിലപരിധി ചിത്രം വരച്ചുകൊണ്ട് വിലപരിധി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നു. അതല്ലെങ്കിൽ തറവില, അത് ചിത്രം വരച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയുന്നു. രണ്ടും പഠിക്കേണ്ടതാണ്, രണ്ടും പഠിച്ചു പോവുക, ഏതെങ്കിലും ഒന്നും മസ്റ്റായിട്ട് ചോദിക്കും. ഓക്കെ, അതുപോലെ ഈ ചാപ്റ്ററിൽ മറ്റൊരു ചോദ്യമാണ് ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈ കർവ്. ഒരു സപ്ലൈ കർവിന്, ഒരു സ്ഥാപനത്തിൻ്റെ സപ്ലൈ കർവിന് അല്ലെങ്കിൽ പ്രധാന വക്രത്തെ നിർണ്ണയിക്കുന്ന ഏതൊക്കെ ഘടകങ്ങളാണ് ഉള്ളത് എന്നുള്ളത് ചോദ്യം വരുന്നു. 3 പോയിൻ്റാണ്, 3 മാർക്ക്, ചിലപ്പോൾ 4 മാർക്കും അതിന് കിട്ടിയേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മൈക്രോ എക്കണോമിക്സിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമ്മൾ മാക്രോ എക്കണോമിക്സിൻ്റെ 6 ചാപ്റ്റേഴ്സിലേക്ക് പോവുകയാണ്. 2ാമത്തെ ബുക്കിൽ മാക്രോ എക്കണോമിക്സ്, അതിൽ 1ാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ് ആണ്. അവിടെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പഠിക്കേണ്ട 4 മാർക്കിൻ്റെ ചോദ്യമാണ് എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്. അതായത് മാക്രോ എക്കണോമിക്സിൻ്റെ ആവിർഭാവം അല്ലെങ്കിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ആവിർഭാവം. അതിന് മറ്റൊരു ചോദ്യമാണ് ഗ്ലോബൽ ക്രൈസിസ് ഓഫ് 1930 എന്ന് ചോദിക്കും. 1930കളിലെ ആഗോള സാമ്പത്തിക മാന്ദ്യം, ഗ്ലോബൽ എക്കോണമിക് ക്രൈസിസ് ഓഫ് 1930 എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് എന്ന് ചോദിക്കാം. അതുപോലെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സെക്ടേഴ്സ് ഓഫ് ദ ഇക്കോണമി. 4 മാർക്കിൻ്റെ വെരി ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് സെക്ടേഴ്സ് ഓഫ് ദ ഇക്കോണമി അല്ലെങ്കിൽ സെക്ടേഴ്സ് ഓഫ് ദ മാക്രോ എക്കോണമി. 2024 മാർച്ചിലെ കുട്ടികളുടെ പരീക്ഷയ്ക്ക്, സ്കൂളിലെ പരീക്ഷയ്ക്ക് ഈ ചോദ്യം വന്നതാണ്. ഇത് തുല്യതക്കാർക്കും എന്തായാലും വരുന്നൊരു ചോദ്യമാണ് സെക്ടേഴ്സ് ഓഫ് ദ ഇക്കോണമി. അപ്പോൾ 1ാമത്തെ ചാപ്റ്ററിൽ ഈ 2 ചോദ്യങ്ങൾ മാത്രം കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, ഇനി അടുത്തത് 2ാമത്തെ ചാപ്റ്റർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈക്രോ എക്കണോമിക്സിലെ 2ാമത്തെ ചാപ്റ്റർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മാക്രോ എക്കണോമിക്സിലെ 2ാമത്തെ ചാപ്റ്റർ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. കൃത്യമായിട്ട് പഠിച്ചോളുക. നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൽ എന്തൊക്കെയാണ്, അവിടെ നമ്മൾ പ്രധാനമായിട്ടും ആദ്യ ഭാഗത്ത് തന്നെ 4 ഗുഡ്സിനെ പറ്റി പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ആ ഗുഡ്സുകൾ? ഒന്ന് ഫൈനൽ ഗുഡ്, അന്തിമ വസ്തു. 2ാമത്തേത് ഇൻ്റർമീഡിയറ്റ് ഗുഡ്, ഇടനില ഉൽപ്പന്നം അല്ലെങ്കിൽ മധ്യമ ഉൽപ്പന്നം അല്ലെങ്കിൽ അന്തരാള ഉൽപ്പന്നം. അതിന് 3 മലയാളമുണ്ട്. അന്തരാള ഉൽപ്പന്നം എന്ന് വിളിക്കാം, അതുപോലെ തന്നെ ഇടനില ഉൽപ്പന്നം എന്ന് വിളിക്കാം, മധ്യമ ഉൽപ്പന്നം എന്ന് വിളിക്കാം. അതിൻ്റെ ഇംഗ്ലീഷ് ഇൻ്റർമീഡിയറ്റ് ഗുഡ് എന്നാണ്. എന്തായാലും ആ ചോദ്യം ഉറപ്പാണ്. ആ ഗുഡ്സിൽ 4 ഗുഡ്സിൽ ആ ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 3ാമത്തെ ഗുഡാണ് കൺസംഷൻ ഗുഡ് അല്ലെങ്കിൽ ഉപഭോഗ വസ്തു. ഉപഭോഗ വസ്തുക്കളെ നമ്മൾ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഡ്യൂറബിൾ ഗുഡാണ് ഒന്ന്, 2ാമത്തേത് നോൺ ഡ്യൂറബിൾ ഗുഡാണ്. എന്താണ് ഡ്യൂറബിൾ ഗുഡ്? ദീർഘകാലം ഉപയോഗിക്കാവുന്നത്. നോൺ ഡ്യൂറബിൾ എന്ന് പറഞ്ഞാൽ ദീർഘകാലം ഉപയോഗിക്കാൻ കഴിയാത്തത്, അതായത് ഈടുള്ള വസ്തു, ഈടില്ലാത്ത വസ്തു. ഒന്നുകിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചോദിക്കും, അല്ല എന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ
എക്സാമ്പിൾ തന്നിട്ട് ഉദാഹരണങ്ങൾ തന്നിട്ട് അതിനെ പട്ടികപ്പെടുത്താൻ വേണ്ടി പറയും. ഈടുള്ളത് ഈടില്ലാത്തത് 3 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ചോദിക്കാം. കൃത്യമായിട്ട് അതൊന്ന് നോട്ട് ചെയ്ത് പഠിച്ചോളണം. മറ്റൊരു ചോദ്യമാണ് സ്റ്റോക്ക് ഫ്ലോസ്, അതായത് ശേഖരം പ്രവാഹം എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചു പോയിക്കോ. അതെന്തായാലും വരും. സ്റ്റോക്ക് ഫ്ലോസ്, ശേഖരം പ്രവാഹം. ഓക്കെ, മൈക്രോ എക്കണോമിക്സിൻ്റെ 2ാമത്തെ ചാപ്റ്ററിൽ അതൊരു 2 മാർക്ക് മുതൽ 3 മാർക്ക് വരെയുള്ള ചോദ്യങ്ങളായിട്ടാണ് വരുന്നത്. സ്റ്റോക്ക് എന്താണ്, ഫ്ലോസ് എന്താണ്, അതിൻ്റെ ഉദാഹരണ സഹിതം ചോദിക്കും. ഓക്കെ, ഇനി അതല്ലെങ്കിൽ അതിനെ കോളം തരംതിരിക്കാൻ വേണ്ടിയിട്ടും പറയാവുന്നതാണ്. ഓക്കെ, അതുപോലെ നമുക്ക് പഠിക്കേണ്ട മറ്റൊന്ന് ആ ചാപ്റ്ററിൽ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്താണെന്ന് ചോദിക്കും. അറ്റ പരോക്ഷ നികുതി എന്താണ്, അത് സമവാക്യം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാവും ചോദിക്കുക. 1 വേർഡ് ആയിട്ടൊക്കെ ചോദിക്കും. NIT = IT - S എന്നാണ് സമവാക്യം. NIT എന്ന് പറഞ്ഞാൽ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്, അറ്റ പരോക്ഷ നികുതി. അത് നമുക്ക് കിട്ടുന്നത് പരോക്ഷ നികുതിയിൽ നിന്ന് നമ്മൾ സബ്സിഡി മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ്. അതായത് IT - S എന്നാണ് അതിനെ പറയുന്നത്. അതുപോലെ ട്രാൻസ്ഫർ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു പദമുണ്ട്. ട്രാൻസ്ഫർ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മാറ്റ അടവ് അല്ലെങ്കിൽ മാറ്റ കൊടുതിയാണ്. അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചോളണം. പിന്നെ 4 അല്ലെങ്കിൽ 3 മാർക്കിന് ഉറപ്പായിട്ടും 100% ഗ്യാരണ്ടിയാണ് സർക്കുലർ ഫ്ലോ ഓഫ് 2 സെക്ടർ മോഡൽ ഇക്കോണമി. അതായത് നമുക്കൊരു ചിത്രം വരയ്ക്കാനുണ്ടല്ലോ, 2 മേഖലകൾ കൊടുത്തിട്ട് കുടുംബം, സ്ഥാപനം, അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ്, അതുപോലെ എന്താ പറയുക ഫേം, ഇങ്ങനെ 2 സ്ഥാപനങ്ങൾ ഒരു പെട്ടിയിൽ കൊടുത്തിട്ട് അതിനിങ്ങനെ റൗണ്ട് ചെയ്തിട്ട് നമ്മളോട് വരയ്ക്കാൻ പറയും. അത് ചിത്രം മാത്രം വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 3 മാർക്കിനും, അതുപോലെ ആ ചിത്രത്തിലുള്ള കാര്യങ്ങൾ താഴേക്ക് മണി ഫ്ലോ, റിയൽ ഫ്ലോ, അതായത് പണപ്രവാഹം, യഥാർത്ഥ പ്രവാഹം എന്നിങ്ങനെ തരംതിരിച്ച് താഴേക്ക് എഴുതാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, അത് 4 മാർക്കിലേക്കുമാണ് പോകുന്നത്. അതുപോലെ ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു essay ചോദ്യമാണ് മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം, ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതികൾ ഏതെല്ലാമാണെന്ന് ചോദിക്കും. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതികൾ 3 രീതികളുണ്ട്. ഉൽപ്പന്ന രീതി, അതുപോലെ തന്നെ ചെലവ് രീതി, അതുപോലെ വരുമാന രീതി. ഇത് കുട്ടികളുടെ 2024 ഈ വർഷത്തെ മാർച്ചിലെ പരീക്ഷയ്ക്ക് ഇതിങ്ങനെയല്ല ചോദിച്ചത്. അതിന് കണക്ട് ചെയ്ത് വേറൊരു ചോദ്യം വന്നു. അപ്പോൾ തുല്യതക്കാർ ഇത് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇനി അത് വന്നില്ലെങ്കിൽ essay നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ഇങ്ങനെ വരും. അതായത് എന്താണ് നോമിനൽ GDP, എന്താണ് റിയൽ GDP എന്ന് ചോദിക്കും. നോമിനൽ GDP എന്താണ്, റിയൽ GDP എന്താണെന്ന് ചോദിക്കും. ഓക്കെ, നാമമാത്ര GDPയും അതുപോലെ യഥാർത്ഥ GDPയും അത് തന്നെയാണ് GDP ഡിഫ്ലാറ്റർ. നാമമാത്ര GDPയും യഥാർത്ഥ GDPയും തമ്മിലുള്ള അനുപാതമാണ് GDP ഡിഫ്ലാറ്റർ. അതും പഠിക്കണം. GDP ഡിഫ്ലാറ്റർ എന്താണെന്ന് ചോദിക്കും. അതുപോലെ നാമമാത്ര GDP എന്താണ്, അല്ലെങ്കിൽ പണാത്മക GDP, അതുപോലെ യഥാർത്ഥ GDP അത് പഠിക്കുക. നോമിനൽ GDP എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്ററിലാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് അല്ലെങ്കിൽ എഴുതി വെക്കുന്നത്. അതുപോലെ റിയൽ GDP എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്ററിലാണ് GDP എന്ന് എഴുതുക. ഓക്കെ, ആ ഒരു ചോദ്യവും അതുപോലെ അതിനോട് കണക്ട് ചെയ്തുകൊണ്ട് GDP ഒരു രാജ്യത്തിൻ്റെ ക്ഷേമം അളക്കാൻ ഉപകരിക്കുമോ എന്ന് ചോദിച്ചിട്ടൊരു ചോദ്യമുണ്ട്. നിങ്ങളുടെ ഉത്തരം എഴുതുക എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് GDP ഈസ് എ ബെറ്റർ ഇൻഡെക്സ് ഫോർ മെഷറിംഗ് വെൽഫെയർ, ഡു യു എഗ്രി എന്നാണ് ചോദ്യം ഉണ്ടാവുക. GDP ഒരു രാജ്യത്തിൻ്റെ മെഷർമെൻറ്റ്, അതായത് വെൽഫെയർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻഡെക്സ് ആണ് അല്ലെങ്കിൽ ഒരു സൂചകാങ്കമാണ്. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞൊരു ചോദ്യമുണ്ട്. അത് നമ്മൾ ആ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ നോമിനൽ GDP, റിയൽ GDP എന്താണെന്ന് ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ അതിൽ B ക്വസ്റ്റ്യൻ ആയിട്ട് GDP ഒരു രാജ്യത്തിൻ്റെ ക്ഷേമം അളക്കുന്ന ഒരു അളവുകോലായിട്ട് ഉപയോഗിക്കുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ട്. ഈ 2 ചോദ്യങ്ങൾ കണക്ട് ചെയ്തുകൊണ്ട് essay ആയിട്ടാണ് ഇപ്പോൾ കുട്ടികൾക്ക് ചോദിച്ചത് 2024 മാർച്ചിൽ. അപ്പോൾ അതേ ചോദ്യം നിങ്ങൾക്ക് ഈ തുല്യതക്കാർക്ക് റിപ്പീറ്റ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാനിത് ഇത്രയും വലിച്ചു നീട്ടി പറഞ്ഞത്. നന്നായിട്ട് പഠിച്ചു പോയിക്കോളുക. ഓക്കെ, അപ്പോൾ മറ്റൊരു ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. ചാപ്റ്റർ 3 ആണ് മണി ആൻഡ് ബാങ്കിങ്. മണി ആൻഡ് ബാങ്കിങ്ങിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഈ ബാർട്ടർ സമ്പ്രദായത്തിൻ്റെ ഡ്രോബാക്ക് എന്താണ്, അതായത് ബാർട്ടർ സമ്പ്രദായം അല്ലെങ്കിൽ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന വ്യവസ്ഥയുടെ ദോഷങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ലിമിറ്റേഷൻസ്, പോരായ്മകൾ എന്തൊക്കെയാണെന്ന് പഠിക്കണം. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഫങ്ഷൻസ് ഓഫ് മണി ഓർ എമർജൻസ് ഓഫ് മണി, പണത്തിൻ്റെ ധർമ്മങ്ങൾ. വെരി ഇമ്പോർട്ടൻ്റ് ആണ് പണത്തിൻ്റെ ധർമ്മങ്ങൾ. അത് 4 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്, പണത്തിൻ്റെ ധർമ്മങ്ങൾ. അതുപോലെ തന്നെ ഡിമാൻഡ് ഫോർ മണി എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യമുണ്ട്, ഒരു ഭാഗമുണ്ട്. ഡിമാൻഡ് ഫോർ മണി, പണത്തിൻ്റെ ചോദനം എന്താണ് എന്ന് ചോദിക്കും. അതുപോലെ തന്നെ ലീഗൽ ഡെഫിനിഷൻസ് ഓഫ് മണി, അതുപോലെ പണത്തിൻ്റെ നിയമപരമായ അളവുകൾ M1, M2, M3, M4 അങ്ങനെ ഒരു ഭാഗം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. മണി സപ്ലൈ 1, 2, 3, 4 ഒരു ചാർട്ടിൽ ഒരു ബോക്സ് വരച്ചിട്ട് പഠിച്ചിട്ടുണ്ടാകും. അത് പഠിക്കണം.
അതുപോലെ ലിക്വിഡിറ്റി ട്രാപ്പ് എന്താണ്, ദ്രവത്വ കെണി എന്നാൽ എന്താണ്, അതായത് പലിശ നിരക്ക് കുറഞ്ഞ് മിനിമം എത്തുമ്പോൾ നമ്മുടെ ഊഹക്കച്ചവടത്തിനുള്ള പണത്തിൻ്റെ ചോദനം അനന്തമായി കൈവശം വയ്ക്കുന്നു, നീളുന്നു എന്ന് പറയുന്നതാണ് ലിക്വിഡിറ്റി ട്രാപ്പ്. കൃത്യമായിട്ട് പഠിക്കുക. അതുപോലെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു എസ്സേ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക്, RBI അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിൻ്റെ, കേന്ദ്ര ബാങ്കിൻ്റെ ധർമ്മങ്ങൾ. ഏതെങ്കിലും 5 or 6 പോയിന്റുകൾ എഴുതാൻ വേണ്ടി പറയും. ബാക്കിയുള്ള ഒരു ചോദ്യം ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് മോണിറ്ററി പോളിസി എന്നും കണക്ട് ചെയ്യും. 2 ചോദ്യങ്ങളാണ്, രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ട് എസ്സേ ചോദിക്കാൻ സാധ്യതയുണ്ട്. 2024 കുട്ടികൾക്ക് ചോദിച്ച എസ്സേ ഒരു ചോദ്യം ഇതായിരുന്നു. അതായത് സെൻട്രൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ് 6 എഴുതാൻ അല്ലെങ്കിൽ 4 എഴുതാൻ പറഞ്ഞിരുന്നു. അതിൽ ബി ക്വസ്റ്റ്യൻ ആയിട്ട് മോണിറ്ററി പോളിസി, പണനയത്തിൻ്റെ ഉപകരണങ്ങൾ അല്ലെങ്കിൽ ടൂൾസ് ഓഫ് മോണിറ്ററി പോളിസി ഓഫ് RBI എന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് RBIയുടെ മോണിറ്ററി പോളിസി, പണനയം എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ അന്തം വിടും. പണനയം തയ്യാറാക്കുന്ന RBI ആണ് നമ്മുടെ രാജ്യത്തിൽ. ഓക്കെ, അതായത് പണപരമായ നിയമം അതാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഉപകരണങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ നമുക്കറിയാം അവിടെ എന്താണ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, തുറന്ന വിപണി പ്രവർത്തനമുണ്ട്. അതുപോലെ തന്നെ പിന്നെന്താ, ബാങ്ക് റേറ്റ് ഉണ്ട്. അതുപോലെ കരുതൽ ധന അനുപാതം ഉണ്ട്. ഇതെങ്ങനെയാണ് നമുക്ക് ഇൻഫ്ലേഷനും ഡിഫ്ലേഷനും വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നാണ് അവിടെ അത് വിവരിക്കാനുള്ളത്. അതും നമ്മളൊരു ബോക്സ് വെച്ച് വരച്ച് പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അത് നമ്മുടെ സെപ്പറേറ്റ്, ഇതിൻ്റെയൊക്കെ സെപ്പറേറ്റ് വീഡിയോ ചാനലിലുണ്ട്, അതെടുത്ത് കാണുക. അല്ലെങ്കിൽ നമ്മളിടുന്ന് വാങ്ങിയ ബുക്കിൻ്റെ ഉള്ളിലുണ്ട്. ഓക്കെ, കൃത്യമായിട്ട് പഠിക്കുക, പറഞ്ഞ കാര്യം മറക്കാതിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ മാത്രമേ പറയുന്നുള്ളൂ. ഇനി 4ാമത്തെ ചാപ്റ്ററാണ് ഇൻകം ഡിറ്റർമിനേഷൻ, വരുമാന നിർണ്ണയം. ഇതിൽ എക്സ് ആൻഡ് എക്സ്പോസ്റ്റ്, 2 ചെറിയ വാക്കുകളാണ്. എക്സ് ആൻഡ് എന്താണ്, എക്സ്പോസ്റ്റ് എന്താണെന്ന് പഠിക്കുക. അതുപോലെ തന്നെ കൺസംഷൻ ഫംഗ്ഷൻ, അതൊരു 3 മാർക്ക് വരെ മാത്രം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കൺസംഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഉപഭോഗധർമ്മം എന്താണ്, അല്ലെങ്കിൽ ഉപഭോഗധർമ്മ സമവാക്യം എഴുതാൻ വേണ്ടി പറയാം. അതുപോലെ പിന്നെ നമുക്ക് ചോദിക്കുന്നത് അഗ്രഗേറ്റ് ഡിമാൻഡ്, AD, അതായത് സഞ്ചിത ചോദനവും അതിൻ്റെ കമ്പോണൻസ് എന്താണ്, അതിൻ്റെ ഘടകങ്ങൾ എന്താണ് ചോദിക്കും. സഞ്ചിത ചോദന എന്താണ്, സഞ്ചിത ചോദനത്തിൻ്റെ ചിത്രം വരയ്ക്കുക, സഞ്ചിത ചോദനത്തിൻ്റെ ഘടകങ്ങൾ. അതായത് AD = C+I, സിയും ഐയും ആണ് ഘടകങ്ങൾ. CI എന്ന് എഴുതിയാൽ 2 മാർക്കാണ് കിട്ടാൻ പോകുന്നത്. ഉറപ്പായിട്ടും പഠിച്ചോ, ഉറപ്പായിട്ടും വരുന്നതാണ് സഞ്ചിത ചോദന. അങ്ങനെയാണ് മലയാളം വരുന്നത്. മൊത്തം ചോദന എന്നും പറയും, സഞ്ചിത ചോദന എന്നാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ മലയാളം ഉണ്ടാവുക. അഗ്രഗേറ്റ് ഡിമാൻഡ് അല്ലെങ്കിൽ AD എന്ന് കാണിക്കും. ഓക്കെ, അതുപോലെ നമ്മൾ ഈ പഠിക്കേണ്ട ഔട്ട്പുട്ട് മൾട്ടിപ്ലയറുമായി ബന്ധപ്പെട്ടൊരു കാര്യമുണ്ട്. മൾട്ടിപ്ലയർ, ഗുണകം. ഓക്കെ, ഗുണകത്തിൻ്റെ സമവാക്യമൊക്കെ പഠിച്ചു വെക്കുക. K = 1/1 - MPC അല്ലെങ്കിൽ K = 1/1 - C, അതും അല്ലെങ്കിൽ K = 1/MPS എന്ന് പറയുന്ന സമവാക്യങ്ങളൊക്കെ പഠിക്കുക. ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാൽക്കുലേഷൻസ് ചോദിക്കാം. നമ്മുടെ ചാനലിൽ വീഡിയോകളുണ്ട്. 5ാമത്തെ ചാപ്റ്ററാണ് ഗവൺമെൻറ് ഫങ്ഷൻസ് ആൻഡ് സ്കോപ്പ് എന്ന് പറയുന്നത്. ഗവൺമെൻറ് ബജറ്റിൻ്റെ ധർമ്മങ്ങൾ, അതാണ് 1ാമത്തെ ചോദ്യമായിട്ട് വരുന്നത്. ഗവൺമെൻറ്റിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്, ഗവൺമെൻറ് ബജറ്റിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്, ഗവൺമെൻറ് ബജറ്റ് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ധർമ്മങ്ങൾ, അതിൻ്റെ നേട്ടങ്ങൾ, ലക്ഷ്യങ്ങൾ, അങ്ങനെയൊക്കെ ചോദിക്കുക. ആ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ ഈ ചോദ്യത്തോടു കൂടിയാണ്. 4 മാർക്കാണിത്. 3 ടൈപ്പ് കാര്യങ്ങളേ ഉള്ളൂ, അത് നിങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ ഗവൺമെൻറ് ബജറ്റിൻ്റെ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കാം. അതായത് സോഴ്സസ് ഓഫ് ഗവൺമെൻറ് റവന്യൂ എന്ന് പറഞ്ഞൊരു ചാർട്ട് ഉണ്ട്. 5 മാർക്കാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ വർഷത്തെ സ്കൂൾ കുട്ടികളുടെ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ ഈ മാർച്ച് നടന്ന പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഓക്കെ, അത് കൃത്യമായിട്ട് പഠിച്ചോളുക. ഫിസ്ക്കൽ പോളിസി, ധനനയം എന്താണ് എന്ന് പഠിക്കുക. ഫിസ്ക്കൽ പോളിസി എന്താണെന്ന് പഠിക്കുക. അതുപോലെ ബജറ്റിൻ്റെ ഒരു ചാർട്ട് ഉണ്ട്. അതായത് ബജറ്റ് 2 തരമുണ്ട്. അത് ഏതൊക്കെയാണ്, സന്തുലിത ബജറ്റ്, അസന്തുലിത ബജറ്റ്. അസന്തുലിത ബജറ്റിനെ വീണ്ടും നമ്മൾ കമ്മി ബജറ്റ്, മിച്ച ബജറ്റ് ഇങ്ങനെ തരംതിരിക്കുന്നു. അത് ചാർട്ടായിട്ടൊക്കെ പഠിക്കുക. അതുപോലെ ലാസ്റ്റ് ചാപ്റ്ററാണ് ഓപ്പൺ ഇക്കോണമി ആൻഡ് മാക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. ആ 6ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് BOP എന്താണ്, BOT എന്താണ്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റും ബാലൻസ് ഓഫ് ട്രേഡും, അടവ് സിസ്റ്റവും അതുപോലെ തന്നെ വ്യാപാര സിസ്റ്റവും. അത് കൃത്യമായിട്ട് രണ്ടും കമ്പയർ ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. വ്യാപാര സിസ്റ്റം, അടവ് സിസ്റ്റം എന്താണെന്ന് ചോദിക്കും. അതുപോലെ എക്സ്ചേഞ്ച് റേറ്റ്, മറ്റൊരു ചോദ്യമാണ്. എക്സ്ചേഞ്ച് റേറ്റ് എന്താണ്, എക്സ്ചേഞ്ച് റേറ്റ് എന്ന് ചോദിക്കും. വിനിമയ നിരക്കാണ്, വിനിമയ നിരക്ക്, എക്സ്ചേഞ്ച് റേറ്റ് കൃത്യമായിട്ട് പഠിക്കണം. വിനിമയ നിരക്ക്. ഓക്കെ, അതുപോലെ
വിനിമയ നിരക്ക് നിർണ്ണയിക്കുന്ന രീതികൾ, അത് 5 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. വിനിമയ നിരക്ക് നിർണ്ണയിക്കുന്ന രീതികൾ, അയവുള്ള വിനിമയ നിരക്ക് രീതി, ഓക്കെ. രണ്ടാമത്തേത് സ്ഥിര വിനിമയ നിരക്ക് രീതി. മൂന്നാമത്തേത് മാനേജ്ഡ് ഫ്ലോട്ടിംഗ് വിനിമയ നിരക്ക് രീതി. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 1 അല്ലെങ്കിൽ 2 ചോദിക്കുകയുള്ളൂ, 3 കൂടെ ചോദിക്കില്ല. 3 കൂടെ ചോദിക്കുകയാണെങ്കിൽ അത് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അങ്ങനെ ഒരു ചോദ്യം വരാൻ സാധ്യത കുറവാണ്. അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾ അയവുള്ള വിനിമയ നിരക്ക് രീതി പഠിച്ചു വെച്ചോ, അല്ലെങ്കിൽ സ്ഥിര വിനിമയ നിരക്ക് രീതി പഠിച്ചു വെച്ചോ, അതിൻ്റെ ചിത്രസഹിതം വരച്ച് പഠിക്കുക. ഓക്കെ. ഡിറ്റർമിനേഷൻ ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് ആണ് വിനിമയ നിരക്ക് നിർണ്ണയിക്കുന്ന രീതികൾ. അതുപോലെ ആ ചാപ്റ്ററിലെ ലാസ്റ്റ് ഭാഗമാണ് ബ്രെട്ടൺ വുഡ് സിസ്റ്റം. അതായത് ബ്രെട്ടൺ വുഡ് സിസ്റ്റം എന്താണ്, ബ്രെട്ടൺ വുഡ് സിസ്റ്റത്തിൻ്റെ ഇരട്ടകൾ, IMF, വേൾഡ് ബാങ്ക്, അത് ചോദിക്കും. ബ്രെട്ടൺ വുഡിൻ്റെ ഇരട്ടകൾ ഏതൊക്കെയാണ്, IMF, വേൾഡ് ബാങ്ക്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എക്കണോമിക്സിൻ്റെ മൈക്രോ എക്കണോമിക്സിൽ നിന്നും മാക്രോ എക്കണോമിക്സിൽ നിന്നും നമ്മുടെ +2 എക്കണോമിക്സിന് തുല്യതക്കാർക്കും അതുപോലെ സേ എഴുതാൻ പോകുന്ന കുട്ടികൾക്കും ഏറ്റവും കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്തു വന്ന ചോദ്യങ്ങളാണ് പറഞ്ഞത്. ഇത്ര മാത്രം നിങ്ങൾ പഠിക്കുക. 80 മാർക്ക്, 80-ൽ 80 അല്ലെങ്കിൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് അടിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ അത്രയൊന്നും ആവശ്യമില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു 70-60 മാർക്കൊക്കെ ഈസി ആയിട്ട്, വളരെ ഈസി ആയിട്ട് നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പറഞ്ഞ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക. വളരെ എഫേർട്ട് എടുത്തിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ എഫേർട്ടിന് ഇത് നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന് ഉറപ്പാണ്. ആ ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, അതായത് ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പുതിയ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. തീർച്ചയായും പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.